അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ അറിയാത്തറിവുകൾ എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, പരിശുദ്ധ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒരുപാട് സുന്നത്ത് നോമ്പുകൾ പിടിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. നോമ്പ് തുറക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും അഫ്ളലായിട്ടുള്ളത് കാരക്ക, ഈത്തപ്പഴമാണ് ഏറ്റവും അഫ്ളൽ നോമ്പ് തുറക്കാൻ എന്ന് നമുക്കറിയാം. എന്നാൽ നോമ്പ് തുറക്കാൻ കാരക്കയില്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം കുടിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ വെള്ളം തന്നെ ചൂടാറിയ വെള്ളം കൊണ്ടാണെങ്കിൽ ഒരുപാട് പ്രതിഫലവും അതോടൊപ്പം തന്നെ ഒരുപാട് ശാരീരികമായിട്ടുള്ള ഉപകാരങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ അറിയാത്ത വീഡിയോയിൽ ഉണർത്തുന്നത്. ചൂടാറിയ വെള്ളം നാം കുടിച്ചു കഴിഞ്ഞാൽ 11ഓളം ഉപകാരങ്ങളാണ് നമുക്ക് അതുകൊണ്ട് ലഭിക്കുന്നത്. നാം ഒന്നങ്ങനെ ചിന്തിച്ചാൽ, പരിശുദ്ധ റമദാനൊക്കെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. വളരെ തണുപ്പുള്ളതായ വെള്ളമാണ് നാം കുടിക്കാറെങ്കിലും ചൂടാറിയ വെള്ളം, പ്രത്യേകം കിതാബുകളിലൊക്കെ പറഞ്ഞത് കാണാം. വെള്ളം കുടിക്കുമ്പോൾ ചൂടാറിയ വെള്ളം കൊണ്ടാണെങ്കിൽ അത് നല്ലതാണ്. ഒന്നാമതായി അതിൻ്റെ ഒരു ഗുണങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കരളിനെ അത് ശുദ്ധിയാക്കും. ചൂടാറിയ വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നതെങ്കിൽ കരളിനെ ശുദ്ധിയാക്കും ആ ചൂടാറിയ വെള്ളം. അതുപോലെ തന്നെ രണ്ടാമത്തൊരു ഗുണമാണ്, കുടലിന് നല്ല ഫലം ലഭിക്കും. കുടലിന് നല്ല ഫലം ആണ് ആ വെള്ളം കുടി എന്ന് മഹത്തുക്കൾ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ അണപ്പല്ലുകൾ, ആ 2 അണപ്പല്ലുകൾക്ക് നല്ല ബലം കിട്ടും എന്ന് പറയുകയാണ്. നാലാമതായി നമ്മുടെ വായക്ക് നല്ല വാസന, നല്ല ഗന്ധമായിരിക്കും. ചിലർക്ക് വായ്നാറ്റൊക്കെ ഉള്ളവർ അതൊക്കെ മാറി വായക്ക് നല്ല ഗന്ധമുണ്ടാകുമെന്നാണ്. അഞ്ചാമതായി പറയുന്നത്, കണ്ണിന് നല്ല ശക്തിയും അതുപോലെ തന്നെ കാഴ്ചയും കൂടുമെന്നാണ്. 6, ഇളക്കം ലഭിച്ച ഞരമ്പുകൾ, ആ ഞരമ്പുകളൊക്കെ ഉറയ്ക്കും. ഈ ഇളകിയ ഞരമ്പുകളൊക്കെ ഉറയ്ക്കാൻ അത് കാരണമാണ്. 7, കഫക്കെട്ട് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ കഫക്കെട്ടിൻ്റെ കാലമാണ്. ആ കഫക്കെട്ടൊക്കെ മാറി കഫക്കെട്ടിൽ നിന്നൊരു ശമനം ലഭിക്കും ചൂടാറിയ വെള്ളം കുടിച്ചാൽ. അതുപോലെ തന്നെ കുടലിൻ്റെ ചൂട് കുറയും. കുടലിൻ്റെ ചൂട് വരുമ്പോൾ പല അസ്വസ്ഥതകളും അസുഖങ്ങളും വരാറുണ്ട്. ആ ചൂടൊക്കെ കുറഞ്ഞ് കുടലിനൊരു റാഹത്ത് ലഭിക്കും. അതുപോലെ തന്നെ പിത്തത്തിന് അത് ശമനമാണ്. പിത്തമുള്ള ആളുകൾക്ക് ഈ രീതിയിൽ വെള്ളം കുടിച്ചാൽ അത് ശമനമാണ്. അതുപോലെ പാപം പൊറുക്കാൻ അത് കാരണമാണ്. അതുപോലെ തന്നെ തലവേദനയുള്ള ആളുകൾക്ക് ആ രീതിയിൽ വെള്ളം കുടിച്ചാൽ, ചൂടാറിയ വെള്ളം കുടിച്ചാൽ ഇത് പതിവാക്കിയാലൊക്കെ നല്ലതാണ്. അപ്പോൾ നല്ല ആശ്വാസം ലഭിക്കും. നല്ല വിറച്ച പനിയൊക്കെ ഉണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ ആ വെള്ളം ഒന്ന് കുടിച്ചാൽ പനി പോലും മാറുമെന്ന് പറഞ്ഞത് കാണാം. അപ്പം അതുകൊണ്ട് ഈ അറിവുകൾ, 12ഓളം അറിവുകളും അതുപോലെ തന്നെ ഗുണങ്ങളും നാം പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു രീതി നാം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ അറിവുകളുമായി തർബിയ മീഡിയയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.